ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെല്ലാസ് യൂട്യൂബ് ചാനൽ. എന്താ പറയാൻ വേണ്ടി വന്നതാ ഗൈസ്, പക്ഷെ മറന്നുപോയി. ഞാൻ കുറേ ദിവസമായി ഫ്രണ്ട്സ് ഒരു വ്ലോഗ് ഇടണം എന്ന് ഇങ്ങനെ വിചാരിക്കണിരുന്നിട്ട്, പക്ഷെ എനിക്ക് പറ്റാറില്ല. പലപ്പോഴും ഓരോരോ പ്രശ്നങ്ങളും ഓരോരോ സാഡ് മൊമെന്റ്സ്, പിന്നെ ഓവർ എക്സൈറ്റ്മെന്റ് എല്ലാം കാരണം എനിക്ക് ഇടാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഞാൻ ഫ്രീ ആണ്, അപ്പം വന്നൊരു വ്ലോഗൊക്കെ എടുക്കാം, എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇടാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഞാൻ ആക്ച്വലി ഇതൊക്കെ എനിക്കൊരു ടൈം പാസിന് വേണ്ടി ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കുറേ ആൾക്കാർ ചോദിക്കേണ്ടത് വട്ടാണെന്നൊക്കെ, പക്ഷേ എനിക്ക് ടൈം പാസ് എൻ്റെ ഇഷ്ടം. നമ്മളെല്ലാവരും അവനവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കണേ. വേറൊരാളുടെ ഇഷ്ടത്തിന് വേണ്ടി നമുക്ക് ജീവിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, അല്ലേ വിവി? സെയിം വൈബാണ് എൻ്റെ. വീഡിയോ ഇഷ്ടമല്ലെന്ന് മാത്രം. എന്റെ വീഡിയോ ഒന്നും വിവി കാണൂല. എന്റെ വീഡിയോ ദർശനം കാണാറില്ല, എനിക്ക് ഇഷ്ടമല്ല. ഇവക്ക് വീഡിയോ ഒന്നും കാണാൻ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് വീഡിയോ കാണണേന്നും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് എടുത്തിട്ടിടാൻ ഇഷ്ടം. വേണ്ടവർ കണ്ടാലേ അത്രേ ഉള്ളൂ, അങ്ങനെ ഒരു മൈൻഡ്. ഞാനിടുന്നത് ആക്ച്വലി വേറെ ഒന്നിനല്ല, എനിക്ക് പിന്നീടൊക്കെ ഇരുന്ന് കാണാം. 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ ഞാൻ തന്നെ നോക്കുമ്പോൾ എനിക്ക് കാണാം. ഞാൻ ഡിലീറ്റ് ചെയ്യില്ല, അയ്യെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്യില്ല. ഞാൻ എല്ലാം സൂക്ഷിച്ച് വെക്കും. ഞാൻ പറയട്ടെ ഫ്രണ്ട്സ്, ഞാൻ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചു. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, നമ്മളതെല്ലാം ഒറ്റയ്ക്ക് നേരിടാനായിട്ട് എപ്പോഴും റെഡി ആവണം. എൻ്റെ വ്ളോഗിലൂടെ ഞാൻ അതാണ് നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എൻ്റെ ഒരു ലൈഫിലെ പാഠമാണത്. കുറേ പ്രശ്നങ്ങളുണ്ടാവും. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കണം. നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വിചാരിച്ച് നമ്മളത് വിട്ടുകൊടുക്കാം. കുറേ ആൾക്കാർ അതും ഇതും ഒക്കെ പറയും, പറയാതിരിക്കില്ല, എല്ലാവരും മനുഷ്യരാണ്. ഇപ്പം ഞാനാണെങ്കിലും വേറൊരാളെ പറയാറുണ്ടല്ലോ, അപ്പം പിന്നെ എന്നെ പറയുമ്പോഴത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. പക്ഷേ എന്താ പറയുക, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, നമുക്ക് എന്തെങ്കിലും ഒരു തകർച്ച വന്നു, ആ സമയത്ത് ഇരുന്ന് കരഞ്ഞ് മെഴുകി അല്ലേ ടൈം വേസ്റ്റ് ചെയ്യണം. അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പില്ല. 5-10 മിനിറ്റോ കരയുക, കൂടിപ്പോയ ഒരു ദിവസം കരയുക, രണ്ടാമത്തെ ദിവസം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അറിയുക, അതിനുവേണ്ടി വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുക. എനിക്കിപ്പം എന്താ പറയുക, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓരോ രീതിയിലൊക്കെ വരാറുണ്ട്. കുറേ വിഷമങ്ങൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ, സന്ദർഭങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എന്താണ് ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ പറയില്ല. പക്ഷെ അത് വിത്ത് എവിഡൻസ് ഞാൻ എല്ലാവരും നിങ്ങളുടെ അടുത്ത് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പറയുന്നതായിരിക്കും വൺസ് അതെല്ലാം ഒന്ന് സെറ്റിലായതിന് ശേഷം. പക്ഷെ എനിക്കിപ്പോൾ ഇത് പറയാൻ തോന്നി. ഇപ്പം എന്നെപ്പോലെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒത്തിരി പേരുണ്ടാവും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ മൊത്തം പ്രശ്നമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആരോ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, അല്ലേടി? എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയണത് അതിനെയൊക്കെ നമ്മൾ നേരിടണം. അതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. അപ്പം ഇന്ന് ജസ്റ്റ് സൺഡേ ആണ്, അപ്പം ഞങ്ങൾ ഫ്രീ ആയതുകൊണ്ട് ഞാൻ വിവിക്കുന്ന നൈറ്റാണ്. അപ്പോൾ വിവി ഫ്രീ ആണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് ഫോറമാളി വന്നു. ഇവിടെ ഒന്നൊന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയി. ഇന്ന് സൺഡേ ആണ്, കുർബാനയ്ക്ക് പോകണം. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയി എഴുന്നേറ്റപ്പോൾ ലേറ്റായി. ഇനിയിപ്പം എനിക്ക് KFC എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കണം. നല്ല വിശപ്പുണ്ട്, വിശപ്പാണല്ലോ മുഖ്യം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതായിരിക്കും. അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ല, എനിക്കറിയാം. ഇങ്ങനെയൊക്കെ പറയണം കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ചിരിയൊക്കെ വരും. പക്ഷേ എനിക്ക് പറയാനുള്ളത് പറയുന്നു, അത്രമാത്രമേ. അപ്പം ഞങ്ങൾ പോയി ഫുഡ് ഓർഡർ ചെയ്യട്ടെ, എന്നിട്ട് ഞങ്ങൾ കഴിക്കുമ്പോൾ കാണിച്ചു തരാം. ആദരവി എന്താണ് തിന്നണേ? ഇപ്പൊ KFC തിന്നല്ലേ? പെപ്സി വീണ്ടുവാ? ഞാൻ കഴിച്ചു. ഐസ്ക്രീം വെയിറ്റിംഗ് ഗൈസ്. ഇഷ്ടമല്ല അതുകൂടെ എനിക്ക് തന്നെ ഇല്ലട്ടാ, അത് കഴിവില്ല. ഇത് ചോക്ലേറ്റ് ആണ്. $39 ഇത് ഉള്ളോ? കുറേ ഫ്രണ്ട്സ് പിള്ളേര് ഒരുങ്ങി ഇത് കണ്ട
ഫ്രണ്ട്സ് കുറേ പിള്ളേർ ഒരുങ്ങി എന്തോ മോഡലിംഗ് ആണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. താഴെ ഞങ്ങൾ കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ എസ്കലേറ്ററിലൊക്കെ പുറത്തേക്ക് ഇറങ്ങി. താഴെ ഇവിടെ പരിപാടി നടക്കുമായിരുന്നു. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്ന് പിള്ളേർ റാംബോക്ക് ചെയ്യുന്നതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചില പിള്ളേരൊക്കെ ഗ്ലാമറായിട്ട് ഒരുങ്ങി റാംബോക്ക് ചെയ്യുന്നതാണ്. അതൊക്കെ കണ്ട് കുറേ നേരം നിന്ന് ഞങ്ങൾ പതുക്കെ ഇന്ന് തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ശരി, ബൈ ബൈ. ഇനി അടുത്ത ഒരു വ്ളോഗിൽ നമുക്ക് കാണാം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. ബൈ ബൈ.